2026 ആണ്ട് ജൂൺ മാസം 2-ാം തീയതി, അതായത് 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഉള്ളതായിട്ടുള്ള ബാക്കി 12 രാശികളെ ഈ വ്യാഴമാറ്റം എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മലയാളികളെല്ലാം പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയാറുണ്ടല്ലോ. ഈ വ്യാഴവട്ടക്കാലം വെച്ചാൽ ഓരോ രാശിയിലും ഓരോ വർഷം നിന്ന് സഞ്ചരിച്ചാണ് വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കർക്കിടകത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രാശി ചക്രത്തിലെ 1-ാമത്തെ രാശിയായ മേടൻ രാശിയിലേക്ക് നമുക്ക് പോകാം. മേടൻ രാശിക്കാർ അശ്വതി, ഭരണി, കാർത്തിക, കാലി വരുന്ന മേടൻ രാശിക്കാർക്ക് ഇത്രയും നാളും വ്യാഴം മറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതായത് 3-ാം ഭാവത്തിലായിരുന്നു. 3, 6, 8, 12 വ്യാഴം മറഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങളാണ്. അപ്പം 3-ൽ നിൽക്കുന്ന വ്യാഴമാണ് 4-ലേക്ക് വരുന്നത്. 4-ലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉച്ചരാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് നല്ല സന്തോഷവും സൗഖ്യവും അഭിവൃദ്ധിയൊക്കെ, കുടുംബാഭിവൃദ്ധിക്ക് നല്ലൊരു പറ്റിയ കാലഘട്ടമായിരിക്കും ഒരു വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വ്യാഴത്തിന് ഈ കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വ്യാഴം മേടത്തിൻ്റെ 8, 10, 12 ഭാവങ്ങളിലേക്ക് കൂടി നോക്കുന്നുണ്ട്. ഈ 8-ലേക്കുള്ള ദൃഷ്ടി, 8, 12 എന്ന് വെച്ചാൽ ദുസ്ഥാനങ്ങളാണ്. എന്നാലും 8-ലേക്കുള്ള ദൃഷ്ടി നമുക്കത്ര നല്ല ഗുണം ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ 10-ലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ മകരത്തിലേക്കാണ്, വ്യാഴം തന്നെ നീചരാശിയിലേക്കാണ് നോക്കുന്നത്. എന്നാലും 10-ലേക്ക് ആയത് കാരണം ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടാനും അതുപോലെ തന്നെ ജോലിയിലിരിക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടുവാനുമല്ല ഒരു സാധ്യത ഈ കാലഘട്ടത്തിൽ ഈ ഒരു വർഷക്കാലയളവിലുണ്ടാകും. 2026 ജൂൺ 2 മുതൽ 2027 ജൂൺ വരെയുള്ളതായിട്ടുള്ള ആ കാലഘട്ടത്തിൽ വ്യാഴം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളെല്ലാം ഈ രാശിക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും. അതുകൂടാണ്ട് 12-ലേക്കുള്ള നോട്ടം, 12 എന്ന് വെച്ചാൽ മീനൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്. ഈ മീനൻ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 12-ലെ ശനിയാണ്. ആ 12-ലെ ശനി 7-ര ശനി കാലഘട്ടത്തിൽ കൂടി മേടൻ രാശിക്കാർ കടന്നു പോകുക. അപ്പോൾ ഈ ശനിയെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ഒരു സൗമ്യനായിട്ടുള്ള ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എല്ലാ ദോഷങ്ങളും അകറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശനിയുടെ ദോഷങ്ങൾ മേടൻ രാശിക്കാർക്ക് വളരെ കുറവായിരിക്കും. 7-ര ശനിയുടെ ദോഷഫലങ്ങൾ വളരെ കുറയുന്നൊരു കാലഘട്ടമായിരിക്കും ഇനിയും ഒരു വർഷം ഇവർക്ക് ഉള്ളത്.